കള്ളം പറയുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വിഷയം വഖഫ് വിഷയമാണ്, മുനമ്പത്തെ വഖഫ് വിഷയം. സതീശൻ പറയുന്നത് പച്ചക്കള്ളമാണ്, അല്ലെങ്കിൽ വിവരമില്ലാഴികയാണ്. മുഖ്യമന്ത്രിക്ക് വിവരമില്ല എന്ന് ഞാൻ വിശ്വസിക്കില്ല. അദ്ദേഹം കളവ് പറയുന്നു എന്നെനിക്ക് പറയേണ്ടി വരും. കാരണം വഖഫ് വിഷയം തനിക്ക് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമായിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ അധികാരമൊഴിയുന്നതിന് മുമ്പ് അങ്ങനെ സതീശൻ ഈ വിഷയം തീർക്കണ്ട എന്ന് കരുതി ഇടതുപക്ഷത്തിൻ്റെ വഖഫ് ബോർഡ് പാരവെച്ചു എന്നാണ് സതീശൻ പറയുന്നത്. അങ്ങനെയല്ല. സതീശൻ വിചാരിച്ചാൽ, മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഇപ്പോഴും 10 മിനിറ്റ് കൊണ്ട് 3 തരത്തിൽ 3 കാരണങ്ങൾ കൊണ്ട് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. മുഖ്യമന്ത്രി വിചാരിക്കണം. 3 കാരണങ്ങളും ഞാൻ പറയാം. 3ഉം അൺഡിസ്പ്യൂട്ടഡാണ്, ട്രാൻസ്പെറൻ്റ് ആണ്, ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. ചെയ്യാനുള്ള ഇച്ഛാശക്തി മാത്രം മതി. വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ കൈ മുസ്ലിം ലീഗ് കെട്ടിയിട്ടില്ല എങ്കിൽ സതീശന് ചെയ്യാൻ പറ്റും. അതിൽ 3ാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഞാൻ ആദ്യത്തെ കാര്യം തന്നെ പറയാം. ആദ്യത്തത്, കഴിഞ്ഞ വർഷമാണ് ഏപ്രിൽ 5-നാണ് പാർലമെൻറ്റ് പാസ്സാക്കിയ വഖഫ് ഭേദഗതി നിയമം, ഉമീദ് ആക്ട്, നമ്മുടെ രാഷ്ട്രപതി ഏപ്രിൽ 5-ന് വിജ്ഞാപനം ചെയ്തു. അതനുസരിച്ച് വഖഫ് ബോർഡിൻ്റെ ഘടന നിർണയിച്ചു. വഖഫ് ബോർഡിൻ്റെ ഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, വഖഫ് ബോർഡ് ഭരണഘടന ഭേദഗതിയാണ്, നിയമ ഭേദഗതിയാണ്. ആ ഭേദഗതിയിൽ പറയുന്നത് പോലെയുള്ള ബോർഡ് അല്ലെങ്കിൽ ആ ബോർഡ് ഇൻവാലിഡാണ്. വഖഫ് ബോർഡിൽ ആരൊക്കെ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കാർ പ്രതിനിധി വേണം, മുത്തവാലി, അതായത് ഇതിൻ്റെ മാനേജർ, വഖഫ് പ്രോപ്പർട്ടിയുടെ മാനേജർ സ്ഥാനത്തിരിക്കുന്ന മുത്തവല്ലിയുടെ പ്രതിനിധി വേണം, പിന്നെ സർക്കാർ പ്രതിനിധി വേണം. ഏറ്റവും പ്രധാനപ്പെട്ടത് നോൺ മുസ്ലിം മെമ്പേഴ്സ് വേണം, വനിതകൾ വേണം. കേരളത്തിൽ പിണറായി വിജയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത, നിയമം വന്നതിന് ശേഷം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വഖഫ് ബോർഡിൽ 9 പേരുണ്ട്. മുത്തവല്ലിയുടെ പ്രതിനിധിയുണ്ട്, വനിതകളുണ്ട്, രാഷ്ട്രീയ പാർട്ടി MLA MP-മാരുടെ പ്രതിനിധികളുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പ്രതിനിധികളുണ്ട്. പക്ഷേ നോൺ മുസ്ലിം, അമുസ്ലിമുകളില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള വഖഫ് ബോർഡ് നിയമവിരുദ്ധമാണ്. വഖഫ് ബോർഡാണല്ലോ ഈ ഉമീദ് പോർട്ടലിലേക്ക് കൊടുത്തത്. അപ്പോൾ നിയമവിരുദ്ധമായ, നിലനിൽപ്പില്ലാത്ത വഖഫ് ബോർഡാണ് ഉമീദ് പോർട്ടലിലേക്ക് മുനമ്പത്തെ പ്രോപ്പർട്ടി കൊടുത്തത്. സതീശന് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണ്. കാരണം നിങ്ങളുടെ ബോർഡിന് ലീഗലി വാലിഡ് അല്ല എന്ന് പറഞ്ഞ് സെക്ഷൻ 99 പ്രകാരം സൂപ്പർസീഡ് ചെയ്യാം. സൂപ്പർസീഡ് ചെയ്യാൻ ഒരുപാട് പാടാണ്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന, രാഷ്ട്രപതി വിജ്ഞാപനം ചെയ്ത നിയമത്തിൽ പറയുന്ന തരത്തിലുള്ള ബോർഡല്ല എന്നതുകൊണ്ട് തന്നെ ആ ബോർഡ് അസാധുവാണ്. ചെയ്യുമോ വി.ഡി. സതീശ? 2ാമത്തെ കാര്യം, ഇനി അത് ചെയ്യുന്നില്ല. 9 പേരാണല്ലോ വഖഫ് ബോർഡിലുള്ളത്. 9 പേരിൽ 4 പേർ CPM-ൻ്റെ MLA-മാരായിരുന്നു. KS ഹംസ ഇപ്പോഴത്തെ ചെയർമാൻ, MK സക്കീർ നിയമസഭാ ഇലക്ഷന് മത്സരിക്കാൻ പോയപ്പോൾ ഹംസയെ ചെയർമാനാക്കിയതാണ്. ഹംസ, പിന്നെ റഹീം, കുഞ്ഞഹമ്മദ് മാസ്റ്റർ തുടങ്ങി CPM പ്രതിനിധികൾ. ഈ CPM പ്രതിനിധിയിലുണ്ടായിരുന്ന കുഞ്ഞഹമ്മദ് മാസ്റ്റർ കുറ്റ്യാടി MLA ആയിരുന്നു. പാറക്കൽ അബ്ദുള്ളയോട് തോറ്റുപോയി. അപ്പോൾ MLA-മാരുടെ സീറ്റിൽ ഒരൊഴിവുണ്ട്. CPM പ്രതിനിധികളപ്പോൾ 3-2 ചുരുങ്ങി. നാമനിർദ്ദേശം, സർക്കാർ നാമനിർദ്ദേശം ചെയ്ത 2 പേരുണ്ട്. ആരൊക്കെയെന്ന് ഞാൻ പേര് പറയാം. ഒന്ന്, ഇപ്പോൾ ഉള്ള വഖഫ് ബോർഡിലെ അംഗങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഞാൻ വിശദമായിട്ട് പറയാം. K. ഉമർ ഫൈസ്, മുത്തവല്ലി വിഭാഗത്തിൻ്റെ ആളാണ്, സമസ്തയുടെ ആളാണ്. അഡ്വക്കേറ്റ് PU അലി, ബാർ കൗൺസിൽ അംഗമാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആളാണ്. ഡോക്ടർ സറീന സലാം സർക്കാർ നോമിനിയാണ്, ഇടതുപക്ഷക്കാരിയാണ്. ആ നോമിനിയെ പിൻവലിച്ചിട്ട് കോൺഗ്രസിന് പുതിയ ആളെ വെക്കാം. സുമിത നിസാഫ് സർക്കാർ നോമിനിയാണ്, ഇടതുപക്ഷക്കാരിയാണ്. സർക്കാരിന് അവരെ മാറ്റിയിട്ട് പുതിയ ആളെ വെക്കാം. CK ഉസ്മാൻ ഹാജി മുത്തവല്ലി വിഭാഗമാണ്, മുസ്ലിം ലീഗാണ്. VM രഹ്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധിയാണ്, LDF ആണ്. അപ്പോൾ അപ്പം ഹംസയും റഹീമും നിൽക്കുന്നു. കുഞ്ഞഹമ്മദ് മാസ്റ്റർക്ക് പകരം മറ്റൊരാളെ നിയമിച്ചാൽ ഭൂരിപക്ഷം അവിടെ വരും. 2 IUML ഉണ്ട്. അപ്പം അത്രയായി
മൂന്നായി. പിന്നീട് 2 സർക്കാർ നോമിനികളുടെ പുതുതായിട്ട് വെച്ചാൽ ഇപ്പോഴുള്ള 9 അംഗ ബോർഡിൽ 5 പേർ സർക്കാരിൻ്റെ പക്ഷത്താവും. 2 മുസ്ലിം ലീഗ്, 1 പുതിയ MLA, 3 പ്ലസ് 2 സർക്കാർ നോമിനികൾ. ഭൂരിപക്ഷം എടുക്കാം. ഭൂരിപക്ഷം എടുത്തിട്ട് ഈ ശുപാർശ, അതായത് സർക്കാരിൻ്റെ പോർട്ടലിലേക്ക് കൊടുത്ത നടപടി പിൻവലിക്കാം. റദ്ദാക്കാൻ പറ്റില്ല. റദ്ദാക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് രജിസ്ട്രേഷൻ നടപടികളിൽ സാങ്കേതികമായോ രേഖാപരമായോ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നു കണ്ടാൽ തിരുത്തലിനായി കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തെ സമീപിച്ച് പോർട്ടലിൽ തിരുത്തൽ വരുത്താം. ഇത് ഉമീദ് നിയമം, അതായത് നരേന്ദ്രമോദി കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിയുടെ ഫലമായിട്ടുള്ള സ്റ്റേറ്റസാണ്. അപ്പോൾ വഖഫ് ബോർഡിൻ്റെ ഏകപക്ഷീയമായ അധികാരം പരിമിതപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പോൾ ഭേദഗതി വന്നിരിക്കുന്നത്. അതായത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, നേരത്തെ സെക്ഷൻ 3 ഇപ്പോഴുള്ള ഉമീദ് നിയമത്തിൻ്റെ സെക്ഷൻ 3 പറയുന്നത് എന്താണെന്നറിയോ? പോർട്ടലിൽ നമ്മുടെ ഒരു പ്രോപ്പർട്ടി, പക്കത്തെ ഈ ഭൂമി മുഴുവൻ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. പക്ഷെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് 6 മാസത്തിനകം പുനഃപരിശോധിക്കാൻ സെക്ഷൻ 3 പ്രകാരം ജില്ലാ കളക്ടർമാർക്ക് അധികാരമുണ്ട്. ജില്ലാ കളക്ടർമാരും കേരളത്തിലുണ്ടല്ലോ, എറണാകുളത്തും ഉണ്ടല്ലോ. ഇനി നേരത്തെ ഒരു തടസ്സം ഉണ്ടായിരുന്നു, സെക്ഷൻ 40. സെക്ഷൻ 40 പറഞ്ഞിരുന്നത് എന്നറിയോ? വഖഫ് ബോർഡിന് തോന്നുകയാണ് ഈ പ്രോപ്പർട്ടി വഖഫിൻ്റെ ആണെന്ന് തോന്നിയാൽ വഖഫിന് നോട്ടീസ് കൊടുക്കാം, വഖഫിന് ഏറ്റെടുക്കാം, പോർട്ടലിൽ ആഡ് ചെയ്യാമായിരുന്നു. അത് പുതിയ നിയമ ഭേദഗതി പ്രകാരം കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ സ്ട്രക്ക് ഡൗൺ ചെയ്തു. സെക്ഷൻ 40 ഇല്ല. 40 ഇല്ലാത്തത് കൊണ്ട് സെക്ഷൻ 3B പ്രാബല്യത്തിൽ വന്നു. അതായത് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ കളക്ടർമാർക്ക് അത് പുനഃപരിശോധിച്ച് ഉമീദ് പോർട്ടലിൽ നിന്ന് നീക്കാനുള്ള നടപടിയെടുക്കാം. അപ്പോൾ നോക്കൂ സാർ, ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, വഖഫ് ബോർഡെ അസാധുവാക്കാം. അത് കാരണം നിയമത്തിൽ പറയുന്ന തരത്തിലല്ല കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നോൺ മുസ്ലിം മെമ്പർമാരെ വേണം എന്നുള്ള വ്യവസ്ഥ പാലിക്കാത്തത് കൊണ്ട് ഈ വഖഫ് ബോർഡിന് നിയമപരമായ നിലനിൽപ്പില്ല. അതിനകത്ത് ഹിന്ദു വേണം, ക്രിസ്ത്യാനി വേണം, അതില്ലല്ലോ. അപ്പോൾ ഈ വഖഫ് ബോർഡിന് നിയമപരമായ നിലനിൽപ്പില്ല. അതുകൊണ്ട് സതീശന് പറയാം, നിങ്ങൾ ഈ പോർട്ടലിൽ കൊടുത്ത നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയാം. ഇനി അതിന് തയ്യാറല്ലെങ്കിൽ വഖഫ് ബോർഡ് മാറിയ സാഹചര്യത്തിൽ ഗവൺമെൻറ് നോമിനികളെ മാറ്റി പുതിയൊരു MLA ആഡ് ചെയ്ത് ഭൂരിപക്ഷ പ്രകാരം തിരിച്ചെടുക്കാം. രണ്ടാമത്തെ സാധ്യത. മൂന്നാമത്തെ സാധ്യത, ഇതൊന്നും വേണ്ട, സെക്ഷൻ 40 ഇല്ലാത്തത് കൊണ്ട് 3B പ്രകാരം ജില്ലാ കളക്ടർമാർക്ക് ഈ നടപടി തെറ്റാണ് എന്ന് കണ്ട് കേന്ദ്ര മന്ത്രാലയത്തിന്, ന്യൂനപക്ഷ മന്ത്രാലയത്തിന്, കിരൺ റിജിജുവിൻ്റെ മന്ത്രാലയത്തെ അപേക്ഷ കൊടുത്താൽ ഉമീദ് പോർട്ടലിൽ നിന്ന് മാറ്റാം. ഇത് 3 സത്യം. ഇത് 3 ചെയ്യാൻ 10 മിനിറ്റ് മതി. സതീശൻ അന്ന് കള്ളം പറഞ്ഞിട്ടില്ല. അന്നു പറഞ്ഞത് ആത്മാർത്ഥമാണെങ്കിൽ ഇപ്പോഴും VD സതീശൻ എന്നുള്ള കേരള മുഖ്യമന്ത്രിക്ക് 10 മിനിറ്റ് കൊണ്ട് ഇതിലേതെങ്കിലും ഒരു കാര്യം, എന്തിന് 10 മിനിറ്റ്, ഒരു സ്റ്റെനോഗ്രാഫറെ വിളിക്കുന്നു, ഡ്രാഫ്റ്റ് ചെയ്യുക. സെക്ഷൻ 3B പ്രകാരം ഉമീദ് ആക്ടിലെ വഖഫ് നിയമ ഭേദഗതി ബില്ലിലെ സെക്ഷൻ 3B പ്രകാരം ഇത് റീകൺസിഡർ ചെയ്യാൻ ജില്ലാ കളക്ടർക്ക് ഉത്തരവ് നൽകുന്നുള്ള ഒരൊറ്റ ഉത്തരവ്, അത് ഡ്രാഫ്റ്റ് ചെയ്യാൻ എത്ര മിനിറ്റ് വേണം? 2 മിനിറ്റ്. ടൈപ്പ് ചെയ്യാൻ 2 മിനിറ്റ്. സീൽ വെച്ച് ഒപ്പുവെക്കാൻ പിന്നെയും 2 മിനിറ്റ്. പരമാവധി 7 മിനിറ്റ് കൊണ്ട് ചെയ്യാം. VD സതീശൻ ചെയ്യുമോ? പക്ഷേ സതീശൻ പറയുന്നത് എന്നെ പറ്റിച്ചു, ഇടതുപക്ഷം പറ്റിച്ചു. ഇടതുപക്ഷം കളിച്ചിട്ടുണ്ടാവാം. ഈ ആപ്പിൽ UDF സർക്കാർ വന്നാൽ അവർ വീഴട്ടെ എന്ന് ഇടതുപക്ഷത്തിൻ്റെ നോമിനിയായിട്ടുള്ള വഖഫ് ബോർഡ് ചെയർമാൻ കളിച്ചിട്ടുണ്ടാവും. കളിക്ക് മറുകളി, താൻ വഖഫ് ബോർഡ് ചെയർമാനേ അല്ല എന്ന് പറയണം. ഈ വഖഫ് ബോർഡ് കേന്ദ്ര നിയമപ്രകാരമുള്ള ഘടനയില്ലാത്ത, അതുകൊണ്ട് യു ആർ ഔട്ട് എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ചെയ്യുമോ? ബുദ്ധിമുട്ടാണ്. കാരണം ഈ മുസ്ലിം ലീഗിനെ ഹർട്ട് ചെയ്ത് കഴിഞ്ഞ് സതീഷിന് ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ ഈ പോർട്ടലിൻ്റെ കാര്യം അങ്ങ് പറഞ്ഞില്ലേ, ഉമ്മീദ് പോർട്ടൽ, ഇതുപോലെ അനധികൃതമായിട്ട് ഉമ്മീദ് പോർട്ടലിൽ എൻ്റർ ചെയ്ത ഡോക്യുമെൻറ്റ്സ്, ഭൂമിയുടെ ട്രാൻസാക്ഷൻ UP മുഖ്യമന്ത്രി ആദിത്യനാഥ് നേരിട്ട്
അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട പലരും അദ്ദേഹത്തെ വന്ന് കംപ്ലൈൻറ്റ് ചെയ്തു, ഇത് ഇങ്ങനെയല്ല, ഈ ഭൂമി ഞങ്ങളിൽ നിന്നും അനധികൃതമായിട്ട് ഇല്ലീഗലായിട്ട് കൈവശമാക്കിയ ഭൂമിയാണ്, അത് ഞങ്ങൾക്ക് തിരിച്ചു തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് രജിസ്റ്റർ സീലിംഗ് കുത്തി ഈ ഉമ്മീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി അടുത്ത ദിവസം തന്നെ റദ്ദാക്കിയത്. എന്തിനു വഖഫ് ബോർഡ് പിരിച്ചു വിട്ടു അതിനു മുമ്പ്? അത് പേടിയുണ്ട്, കാരണം അത് മറ്റേ മാർക്സിസ്റ്റുകാരനാണ് മുസ്ലിമെങ്കിലും അവനെ തൊടാനായിട്ട് കുറച്ച് അറയ്ക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇദ്ദേഹം ഈ നുണ പറയുന്നതിൽ അദ്ദേഹം നല്ല ഒന്നാന്തരം നൊബൽ പ്രൈസ് കിട്ടുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. ഞാൻ ഏറ്റവും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സംസാരിച്ചിരുന്നു സുനിൽ, ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മറ്റേ വന്ദേ മാതരം ഫുള്ളായിട്ട് പാടി. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, അവർക്ക് പൊതുവെ വന്ദേ മാതരത്തിനോട് പേടിയാണല്ലോ, കാരണം മുസ്ലിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാരണം. അദ്ദേഹം കോൺഗ്രസ്സുകാർക്ക് വേണ്ടി എഴുതിയ പാട്ടാണ്. അതെ. പക്ഷെ ഇപ്പൊ അത് കോൺഗ്രസ്സുകാർക്ക് മുസ്ലിം ലീഗ് എന്ത് പറയണോ അതാണ് കോൺഗ്രസ് ആദ്യം ആലപിച്ചത് കോൺഗ്രസ് സമ്മേളന വേദിയിലാണ്. അതൊക്കെ പണ്ട് ആ കോൺഗ്രസ് ഇപ്പൊ അത് മാറിയില്ല. ഇപ്പൊ ഇസ്ലാമിക് നാഷണൽ കോൺഗ്രസ് ആണ് ഇപ്പോ, അല്ലെങ്കിൽ ഇറ്റാലിയൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇദ്ദേഹം എന്താ പറഞ്ഞത് സത്യപ്രതിജ്ഞ ചെയ്ത് പത്രസമ്മേളനത്തിൽ വെച്ചിട്ട്? നോക്കൂ, ഞാൻ അറിഞ്ഞില്ല വന്ദേമാതരം ഫുള്ളായിട്ട് ആലപിക്കുന്നതൊക്കെ ലോക് ഭവനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ചെയ്തത്. എനിക്കതൊന്നും അറിയാൻ പാടില്ലായിരുന്നില്ല. പാടി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതെന്താ ഇങ്ങനെയെന്ന്. അങ്ങനെയല്ല, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റാ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തുന്നത് മുഴുവൻ. അതിൻ്റെ അവർ പ്രോഗ്രാം സ്കെഡ്യൂൾ തയ്യാറാക്കിയിട്ടും, ഈ സ്കെഡ്യൂൾ എന്നുള്ള വാക്ക് ഞാനിപ്പോൾ പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാനഡയിൽ നിന്ന് ഒരു സുഹൃത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ തെറ്റാണ് പറയണത്, ദയവ് ചെയ്ത് ഷെഡ്യൂൾ എന്ന് പറയരുത്, സ്കെഡ്യൂൾ എന്ന് പറയണം. നമ്മള് മലയാളം ഈ കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഞാൻ എന്ത് അപ്പൊ അത് ഈ നുണയല്ലേ പറഞ്ഞത്. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ കാര്യവിവര പരിപാടി തയ്യാറാക്കിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും രാജ്ഭവനിലേക്കൊക്കെ ലോക് ഭവനിലേക്കൊക്കെ അയച്ചു കൊടുക്കും. അങ്ങനെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. അപ്പൊ അതിനകത്ത് വന്ദേമാതരം 4 മിനിറ്റ് അല്ലെ 3 മിനിറ്റ് 40 സെക്കൻഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അവര് ഗവർണറാണ് വരണേ, ഗവർണറും രാഷ്ട്രപതിയും ഗവർണറുടെ അപ്രൂവൽ വേണം, മിനിറ്റ് ബൈ മിനിറ്റ് പ്രോഗ്രാം വേണം ഗവർണർ. രാഷ്ട്രപതി വരുമ്പോഴും സുനിലിന് അറിയില്ലേ, രാഷ്ട്രപതിയുടെ ഓരോ സെക്കൻഡ് വരെ അവര് അക്കൗണ്ടഡ് ആണ്. ഞാനും ഗവർണറുടെ പരിപാടികളുടെ പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ പിന്നെ അദ്ദേഹം പറഞ്ഞത് തെറ്റല്ലേ, നുണയല്ലേ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയുന്നത്? ഇപ്പൊ വീണെടുത്ത് കിടന്ന് ഉരുളുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നോക്കുക വന്ദേമാതരം പാടി ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയൊക്കെ നിൽക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ കടന്നലൂത്ത് കൊണ്ട മുഖഭാവത്തോടു കൂടിയാണ് നിൽക്കുന്നത്. പിന്നെ മറ്റേ ചങ്ങാതി ഉണ്ടല്ലോ മുസ്ലിം ലീഗിന്റെ വലിയ ആള്, മൂപ്പര് വലിയ ആളെ പാണക്കാട് ഒരു കടന്നൽ കുത്ത് പിടിച്ച കൊണ്ട മുഖഭാവത്തോടു കൂടിയാണ് നിൽക്കണേ. ഇതിന് ഒരു വിവാദം ഉണ്ടാവുന്ന അന്ന് പറഞ്ഞാണ്. പത്രക്കാരും ചോദിപ്പിച്ച് മറുപടി പറഞ്ഞ അദ്ദേഹത്തിനെ കൊണ്ട്. അപ്പോൾ ഇവര് എന്ത് ചെയ്തു? ഇവര് ഭരണപക്ഷത്തായിരുന്നപ്പോൾ അല്ലെ ഇവർ പ്രതിപക്ഷത്തായിരുന്നപ്പോഴും ഇവർക്ക് പരിഹരിക്കാമായിരുന്നല്ലോ. ശക്തമായിട്ട് നിയമസഭയിൽ ഇഷ്യൂ എടുത്തിട്ട് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് അവര്. എത്ര കോൺഗ്രസ്സുകാർ പോയിരുന്നു അവിടെ? പോയിട്ടില്ല. സതീശൻ ആ സമരവേദിയിലേക്ക് പോയിട്ടില്ല. എത്ര CPM-കാർ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയത് പാവം BJP-കാർ മാത്രമാണ് അവിടെ പോയത്. കുറേ ആളുകൾ പറയുന്നുണ്ട് BJP സഹായിക്കരുത് മുനമ്പത്തുകാരെ. അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം മുനമ്പത്ത് BJP കൗൺസിലർ BJP പഞ്ചായത്ത് മെമ്പറാണ് ജയിച്ചത്. അവിടെ കുറേ പേര് ഈ പറഞ്ഞതുപോലെ അവിടുത്തെ പള്ളിയിൽ അച്ഛൻ ഉൾപ്പെടെ BJP-ക്കിട്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പാര വെച്ചെങ്കിലും അപ്പോൾ ആ മുനമ്പം പള്ളി ഇരിക്കുന്ന പ്രദേശത്ത് BJP-യുടെ പഞ്ചായത്ത് മെമ്പറാണ് ജയിച്ചിരിക്കുന്നത്. അവിടുത്തെ ക്രൈസ്തവ കുടുംബങ്ങൾ BJP-യിലേക്ക് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് BJP സഹായിക്കരുത്. BJP കേരളത്തിലെ അല്ല ചെന്ന് പറയുന്ന കുറച്ച് ആളുകളുണ്ട്. ഞാൻ പറയുന്ന അങ്ങനെയല്ല. BJP-യുടെ കൂടെ നിന്ന ആളുകളാണ് മുനമ്പത്തെ ഭൂരിപക്ഷ ആളുകളും. ആ തെരഞ്ഞെടുപ്പിൽ അവർ തെളിയിച്ചിട്ടുണ്ട്. അവർക്കൊരു BJP-യുടെ പഞ്ചായത്ത് മെമ്പർ അവിടെ ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള ആൾ അവിടെ ജയിച്ചു വന്നു. BJP-ക്കാർ കൂടെ നിന്നുണ്ട്. എന്നിട്ട് അയാളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ പള്ളിയിൽ അച്ഛൻ ഓരോ വീട് കയറി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ആളാണ്. ഇവർ പിടിച്ചു വെച്ചു കത്തനാരെ. പക്ഷേ അതുകൊണ്ട് മുനമ്പത്തെ ആളുകൾ BJP-യോട് വളരെ ലോയലായിട്ട് സത്യസന്ധമായി BJP എടുത്ത നിലപാട് ശരിയാണ്, അതാണ് ഞങ്ങൾക്ക് രക്ഷ എന്ന് മനസ്സിലാക്കിയവരാണ്. ഇപ്പോൾ നോക്കൂ, ഇപ്പോഴും നമ്മൾ പറയുന്നു സെക്ഷൻ 3 സെക്ഷൻ 40 പുതിയ
നിയമ ഭേദഗതിയിലൂടെ റദ്ദായതുകൊണ്ട് സെക്ഷൻ ബിയുടെ ആനുകൂല്യം ഉപയോഗിച്ച് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. പക്ഷെ അത് ചെയ്യില്ല സുനിൽ. അയാൾ സുനിലിന് തോന്നുന്നുണ്ടോ സതീഷിന് അത് ചെയ്യുന്നത്? മുസ്ലിം ലീഗ് കണ്ണൂരിട്ടും ഇപ്പൊ സപ്പോർട്ട് പിൻവലിക്കണതിന്റെ പ്രശ്നമൊന്നുമല്ല. ഈ കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളും UDFനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നമ്മൾ പറയണതനുസരിച്ചേ നിൽക്കുള്ളൂ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ വേറൊരു കാര്യം, ജമാഅത്തെ ഇസ്ലാമി നല്ല പാർട്ടിയാണ്, മതേതര പാർട്ടിയാണെന്ന് സതീശൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു. അപ്പോൾ സതീഷിനെ അവർക്ക് താല്പര്യം. രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടോ? KC വേണുഗോപാൽ പോലും പറഞ്ഞിട്ടില്ല. ഏതായാലും മുനമ്പംകാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പോഴും രക്ഷപ്പെടാൻ മാർഗമുണ്ട്. മോദി സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതി നിങ്ങൾക്കുള്ള കവചമാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാം. പക്ഷേ അതിന് സംസ്ഥാന സർക്കാർ ജില്ലാ കളക്ടർമാരോട് പറഞ്ഞാൽ മാത്രം മതി. നിങ്ങൾക്കും ചെയ്യാം കേട്ടോ. നിങ്ങൾക്കും അപേക്ഷ എഴുതി നിയമവിരുദ്ധമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, ജില്ലാ കളക്ടർക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും മുനമ്പത്തെ ജനങ്ങളുടെ പോരാട്ടം തുടരുകയാണ്. ആ പോരാട്ടത്തിൻ്റെ കൂടെ കേരളത്തിലെ മുഴുവൻ മതേതരരും, യഥാർത്ഥ മതേതരർ, അല്ലാതെ ഈ ലീഗ് മതേതരരല്ല, ഉണ്ടാവും എന്നുള്ള ഉറപ്പുണ്ട്. ഇന്ത്യ ലൈവ് ചാനലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കാരണം മുനമ്പം വിഷയമുണ്ടായപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മുനമ്പത്തെ ജനതയ്ക്ക് വേണ്ടി വഖഫ് നിയമം എന്താണ്, അതിൻ്റെ ഭീകരത എന്താണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരാളാണ് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. കാരണം വഖഫ് നിയമം, അതിൻ്റെ പുതിയ നിയമത്തിൻ്റെ കൊടൂര ദംഷ്ട്രങ്ങൾ എന്താണെന്ന് മലയാളിയെ മനസ്സിലാക്കുന്നതിൽ ഒരു ചെറിയ പങ്ക് വഹിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുനമ്പത്തുകാരോട് പറയാനുള്ളത്, നിങ്ങളുടെ പോരാട്ടം തുടരുക. ഒരു ദിവസം നിങ്ങളുടെ വിജയക്കൊടി ഉയർന്നു പറക്കുക തന്നെ ചെയ്യും. ഇന്ത്യ ലൈവ് ചാനൽ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.